ഹലോ ഗൈസ്, വെൽക്കം ടു റീവാമ്പ് യുവർ റൂട്ടീൻ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂവിങ്ങിനെ പറ്റിയാണ്. കുറേ ആളുകൾക്ക് മ്യൂവിങ്ങിനെ പറ്റി അറിയാം, പക്ഷേ പ്രോപ്പറായിട്ട് അത് ചെയ്യാൻ അറിയത്തില്ല. അതുപോലെ കുറേ പേർക്ക് മ്യൂവിങ് എന്ന് പറയുന്നത് ഒരു കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യവുമാവാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വാട്ട് ഈസ് മ്യൂവിങ്? മ്യൂവിങ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രോപ്പർ ഓറൽ പോസ്റ്ററാണ്. ഒട്ടുമിക്കവരുടെയും ടങ്ക് താഴെയാവും റെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും. പക്ഷേ മ്യൂവിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ടങ്ക് നമ്മളുടെ അപ്പർ പാലറ്റിലാണ് റെസ്റ്റ് ചെയ്യുക. അവിടെയാണ് നാച്ചുറലി നമ്മളുടെ ടങ്ക് റെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ടങ്കിനെ അപ്പർ പാലറ്റിൽ റെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ടെക്നിക്കിനെ പറയുന്നതാണ് മ്യൂവിങ്. ബ്രിട്ടീഷ് ഓർത്തഡോണ്ടിസ്റ്റ് ആയിട്ടുള്ള ജോൺ മ്യൂ ആണ് മ്യൂവിങ്ങിന്റെ ഫൗണ്ടർ. അദ്ദേഹം കണ്ടെത്തി ട്രഡീഷണൽ ഓർത്തഡോണ്ടിസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ബ്രേസസ് ഒന്നും കൂടാതെ പ്രോപ്പറായിട്ടുള്ള ഒരു ഓറൽ പോസ്റ്റർ കീപ്പ് ചെയ്ത് ഫേഷ്യൽ ഗ്രോത്തിനെ ഗൈഡ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഓർത്തോട്രോപിക്സിന്റെ തുടക്കം. ആൻഡ് ഹിസ് സൺ ഡോക്ടർ മൈക്ക് മ്യൂ ആണ് ഇപ്പോൾ ഓർത്തോട്രോപിക്സ് നോക്കിക്കൊണ്ടുവരുന്നത്. മ്യൂവിങ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഈ മ്യൂവിങ് ശരിക്കും വർക്കാകുമോ? ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ വീഡിയോ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക. എന്താണ് മ്യൂവിങ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, അതുപോലെ മ്യൂവിങ് എങ്ങനെയാണ് നിങ്ങളുടെ ഫേഷ്യൽ സ്ട്രക്ചറിനെ ഇംപ്രൂവ് ചെയ്ത് നിങ്ങളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്? ഇതാണ് നമ്മളുടെ മാക്സില ബോൺ, ദ ബോൺ ഓഫ് ദ ബ്യൂട്ടി. ഈ ബോണാണ് നമ്മളുടെ എയർവേ, ഫേഷ്യൽ ഡെഫിനിഷൻ എല്ലാം തീരുമാനിക്കുന്നത്. നമ്മളുടെ സ്കള്ളിൽ നോക്കിയാൽ കാണാം ഇതുപോലെ കുറെ ക്രാക്സ് ആൻഡ് ദേ കോൾഡ് സ്യൂച്ചേഴ്സ്. ലക്കിലി അത് നമ്മളുടെ അപ്പർ പാലറ്റിലുമുണ്ട്, അതായത് മാക്സില ബോണിൽ. നമ്മൾ നമ്മളുടെ ടങ്ക് അപ്പർ പാലറ്റിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കണ്ടിന്യൂസ് ഫോഴ്സ് കാരണം നമ്മളുടെ മാക്സില ബോൺ സ്യൂച്ചേഴ്സിൽ നിന്നും എക്സ്പാൻഡ് ആവും ഹൊറിസോണ്ടലി ആൻഡ് ഫോർവേഡ്. ആ എക്സ്പാൻഷൻ്റെ റിസൾട്ടായിട്ട് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ്സും കൂടും. അതുകൂടാതെ നമ്മുടെ മാക്സില ബോണിൻ്റെ ഫോർവേഡ് ആൻഡ് അപ്വേർഡ് ചേഞ്ചിലൂടെ നിങ്ങളുടെ ഫോർവേഡ് ഹെഡ് നെക്ക് പോസ്റ്റർ ഇംപ്രൂവ് ആക്കി ഒരു അപ്രൈറ്റ് ഗുഡ് പോസ്റ്റർ തരാൻ മ്യൂവിങ്ങിനെ കൊണ്ട് സാധിക്കും. സോ മ്യൂവിങ് എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ മാത്രമല്ല നമ്മുടെ ഓവറോൾ ഹെൽത്തിന് തന്നെ നല്ലതാണ്. എങ്ങനെ പ്രോപ്പറായി മ്യൂവിങ് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ്, ഫൈൻഡ് ദ എൻഡ് സ്പോട്ട്. നമ്മളുടെ ഫ്രണ്ട് ടീത്തിൻ്റെ കുറച്ച് മില്ലിമീറ്റേഴ്സ് ബാക്കിലായിട്ട് നമുക്കൊരു ചെറിയ തടിപ്പ് പോലെ കാണാം, ഇൻസസീവ് പാപ്പില. അതാണ് നമ്മളുടെ എൻഡ് സ്പോട്ട്. അവിടെയാണ് നമ്മളുടെ ടങ്കിൻ്റെ ടിപ്പ് ഉണ്ടാവേണ്ടത്. എൻഡ് സ്പോട്ട് ഈസിയായി ഫൈൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എൻ എന്ന് പറഞ്ഞ് നോക്കുക. അപ്പോൾ നമ്മളുടെ ടങ്കിൻ്റെ ടിപ്പ് പോയി ഹിറ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഇൻസസീവ് പാപ്പില, അതായത് എൻഡ് സ്പോട്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, സ്വാലോയിങ്. ടങ്കിൻ്റെ ടിപ്പ് എൻഡ് സ്പോട്ടിൽ വെക്കുക. ദെൻ അപ്രൈറ്റ് ആയിട്ടൊരു ഗുഡ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ടങ്ക് അതുപോലെ നെക്ക് മസിൽസ് എല്ലാം റിലാക്സ് ആക്കി വെക്കുക. എന്നിട്ട് കുറച്ച് സലൈവ ഗ്യാദർ ചെയ്തെടുക്കുക ആൻഡ് ദെൻ സ്വാലോ ഇറ്റ്. റിമെമ്പർ, ടങ്കിൻ്റെ ടിപ്പ് എപ്പോഴും എൻഡ് സ്പോട്ടിൽ തന്നെയായിരിക്കണം ഉണ്ടാവേണ്ടത്. നിങ്ങളിത് ആദ്യമായാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ടങ്ക് അപ്പർ പാലറ്റിലേക്ക് റേസ് ആവണമെന്നുമില്ല. അതുകൊണ്ട് ഞാൻ 2 ടൈപ്പ് സ്വാലോയിങ് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ചീസി സ്വാലോ. നിങ്ങളിപ്പോൾ മ്യൂവിങ്ങിൽ ഒരു ബിഗിനറാണ്. നിങ്ങൾ സ്വാലോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ടങ്ക് പ്രോപ്പറായിട്ട് റേസ് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചീസി സ്വാലോ ക്യാൻ ഇംപ്രൂവ് യുവർ സ്വാലോയിങ്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞ പോലെ തന്നെ ടങ്ങിൻ്റെ ടിപ്പ് എൻഡ് സ്പോട്ടിൽ പ്ലേസ് ചെയ്യുക. സ്വാലോ ചെയ്യാനുള്ള സലൈവ ഗ്യാദർ ചെയ്തെടുക്കുക. നിങ്ങളുടെ ടീത്ത് ടച്ച് ആവുന്ന പോലെ ജെന്റിലായിട്ട് ബൈറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ചീസി സ്മൈൽ ചെയ്യുക, നിങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന പോലെ. ആൻഡ് ദെൻ സ്വാലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ എൻറ്റയർ ടങ്ക് അപ്പർ പാലറ്റിലേക്ക് റേസ് ചെയ്തിരിക്കുന്നത്. ചീസി സ്വാലോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടങ്കിനെ പ്രോപ്പറായിട്ട് റേസ് ചെയ്ത് ട്രെയിൻ ചെയ്യാവുന്നതാണ്. ചീസി സ്വാലോ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ലിപ്പ് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. സെക്കൻഡ് വൺ ഈസ് അഡൾട്ട് സ്വാലോയിങ്. ചീസി സ്വാലോയിങ് ചെയ്ത് നിങ്ങളുടെ ടങ്ക് പ്രോപ്പറായിട്ട് റേസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങൾക്ക് പയ്യെ അഡൾട്ട് സ്വാലോയിങ്ങിലേക്ക് മാറാവുന്നതാണ്. അഡൾട്ട് സ്വാലോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിപ്സ് ക്ലോസ് ചെയ്തായിരിക്കും ആദ്യം മുതലേ ഉണ്ടാകുക. സ്വാലോ ചെയ്യാനായി സലൈവ ഗ്യാദർ ചെയ്തെടുക്കുക. ടങ്ക് എൻഡ് സ്പോട്ടിൽ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ലിപ്പ് ക്ലോസ് ചെയ്തിട്ട് സ്വാലോ ചെയ്യുക. അഡൾട്ട് സ്വാലോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടങ്കിനെ അപ്പർ പാലറ്റിലേക്ക് നല്ലോണം പ്രസ്ഡ് ആക്കി വെക്കാൻ സാധിക്കും. അഡൾട്ട് സ്വാലോയിങ് ആണ് ശരിക്കും ഇവിടെ ഒരു ഗെയിം ചേഞ്ചർ. അഡൾട്ട് സ്വാലോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിൽ ഒരു തരത്തിലുമുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസും പാടില്ല. അഥവാ നിങ്ങൾ സ്വാലോ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇനിഷ്യേറ്റ് ചെയ്ത് അനങ്ങുവാണെങ്കിൽ യു ആർ ഡൂയിങ് റോങ്. സ്വാലോ ചെയ്യുമ്പോഴുള്ള ആദംസ് ആപ്പിളിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ ഇവിടെ പാടുള്ളൂ. മ്യൂവിങ് തേർഡ് സ്റ്റെപ്പ്, ലിപ് സീൽ. നമ്മളിപ്പോൾ മ്യൂവിങ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ലിപ്സ് എപ്പോഴും സീൽ ചെയ്താണ് ഇരിക്കേണ്ടത്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ മ്യൂവിങ് വർക്കാവുന്നത് സ്വാലോയിങ്ങിൽ കൂടെയാണ്.
നമ്മൾ സ്വാലോ ചെയ്യുമ്പോൾ നമ്മുടെ മൗത്തിലുണ്ടാവുന്ന സലൈവയെല്ലാം നമ്മൾ സ്വാലോ ചെയ്യുവാണ്. അപ്പോൾ അവിടെ വാക്യൂം പോലുള്ള ഒരു ഫോഴ്സ് ഫോം ആവും. അതാണ് നമ്മളുടെ ടങ്കിനെ അപ്പർ പാലറ്റിലേക്ക് റേസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ ടങ്കിനെ കുറേ നേരം നമ്മളുടെ അപ്പർ പാലറ്റിൽ നിർത്തണം. അതിനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സ്വാലോ ചെയ്യുമ്പോൾ ഫോം ആവുന്ന ആ വാക്യൂം ഫോഴ്സ് ആണ്. സോ നമുക്ക് ആ വാക്യൂം ഫോഴ്സ് നമ്മളുടെ മൗത്തിൽ കീപ്പ് ചെയ്യണമെങ്കിൽ ലീപ് സീൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. ഫോർത്ത് സ്റ്റെപ്പ്, ബ്രീത്തിങ്. ഒരു മൗത്ത് ബ്രീത്തിങ്ങും നാസൽ ബ്രീത്തിങ്ങും ചെയ്യുന്ന വ്യക്തികളെ വെച്ച് നോക്കുമ്പോൾ നാസൽ ബ്രീത്തിങ് ചെയ്യുന്നവരുടെ ക്രേനിയോഫേഷ്യൽ ഡെവലപ്മെന്റ് ആണ് മൗത്ത് ബ്രീത്ത് ചെയ്യുന്നവരെക്കാൾ ഡെവലപ്ഡ്. നമ്മൾ മൗത്ത് ബ്രീത്ത് ചെയ്യുമ്പോൾ അത് നമ്മളുടെ മാക്സിലാ ബോണിനെ ബാക്കിലേക്ക് ഡിപ്രസ്ഡ് ആക്കി നിങ്ങൾക്ക് ക്രൂക്കഡ് ടീത്ത്, അണ്ടർ ബൈറ്റ്, ഓവർ ബൈറ്റ് എന്നീ സ്റ്റേജിലേക്ക് വരെ ആക്കിയേക്കാം. മൗത്ത് ബ്രീത്ത് ചെയ്യുമ്പോൾ അത് നമ്മളുടെ പാലറ്റിനെ നാരോ ആക്കുന്നു. നാരോ പാലറ്റ് എന്ന് വെച്ചാൽ സ്മോൾ എയർവേ. അങ്ങനെ ബ്രീത്ത് ചെയ്യാൻ തടസ്സമുണ്ടാവുന്നു. അത് സ്ലീപ്പ് ആപ്നിയ എന്നപോലുള്ള ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ കാരണമായേക്കാം. മീവിങ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നാസൽ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങും. അതുകൂടാതെ മീവിങ് മാക്സിലാ ബോണിനെ വൈഡാക്കി നിങ്ങളുടെ എയർവേ കൂടെ വൈഡാക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ബെറ്ററായി മുന്നത്തേക്കാൾ ബ്രീത്ത് ചെയ്യാൻ സാധിക്കും. വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് സംവൺ ക്യാൻ ഡു മീവിങ്? ഇതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, നാരോ പാലറ്റ്. നിങ്ങളിപ്പോൾ ഒരു എക്സ്ട്രീം മൗത്ത് ബ്രീത്തർ ആണെങ്കിൽ നിങ്ങൾക്കൊരു നാരോ പാലറ്റ് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ളപ്പോൾ മീവിങ് ചെയ്യാനായി നിങ്ങളുടെ ടങ്ക് അപ്പർ പാലറ്റിൽ ഫിക്സ് ആവണമെന്നില്ല. ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഒരു ഓർത്തോഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി പാലറ്റൽ എക്സ്പാൻഡർ എന്നപോലുള്ള അപ്ലയൻസസ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ ഈസ് ടങ് ടൈ. നമ്മളുടെ ടങ്ങിൻ്റെ അടിയിലുള്ള ഈ ടൈ ചിലവർക്ക് വളരെ ചെറുതായിരിക്കും. സോ അത് നമ്മളുടെ ടങ്ങിനെ സ്വാലോ ചെയ്യുമ്പോൾ അപ്പർ പാലറ്റിലേക്ക് റീച്ച് ആവാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഒരു പ്രശ്നമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും സ്വന്തമായി അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. അതുകൂടാതെ നിങ്ങൾക്ക് ടങ് ടൈ സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. അതിനായി നിങ്ങൾക്ക് മയോ ഫങ്ഷണൽ എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യാം. നിങ്ങളുടെ ഈ പ്രോബ്ലം സിവിയർ ആണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാൻ ശ്രമിക്കുക. തേർഡ് വൺ, അൺബാലൻസ്ഡ് ബോഡി. ചിലവരുടെ മാക്സിലാ ബോൺ ടിൽറ്റഡ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ. ഇതുപോലെ കണ്ടീഷൻ ഉള്ളവരുടെ അപ്പർ പാലറ്റ് നോക്കിയാൽ കാണാം ഒരു സൈഡ് ഇന്റേണലി റൊട്ടേറ്റഡും ഒരു സൈഡ് എക്സ്റ്റേണലി റൊട്ടേറ്റഡും ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു സൈഡ് നിങ്ങളുടെ ടങ്കിന് റെസ്റ്റ് ചെയ്യാൻ പാകത്തിന് വൈഡും ഹൈറ്റ് കൂടുതലുമായിരിക്കും, മറ്റേ സൈഡ് ഹൈറ്റ് കുറവും അതുപോലെ നാരോയുമായിരിക്കും. ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഈവനായി മീവിങ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ മീവിങ് ചെയ്താലും പാലറ്റ് അൺഈവൻ ആയതുകൊണ്ട് നമ്മളുടെ ടങ്കും കൂടുതൽ ഹൈറ്റ് കൂടിയ ഭാഗത്തെ പ്രസ്ഡായി ഇരിക്കത്തുള്ളൂ. ഇങ്ങനെ അൺഈവൻ പാലറ്റ് ഉള്ളവർക്ക് ഫേഷ്യൽ അസിമെട്രിയും ഉണ്ടാവും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള മീവിങ്ങിൻ്റെ ക്രേസി ട്രാൻസ്ഫോർമേഷൻ എല്ലാം ഓവർനൈറ്റ് കൊണ്ട് ഉണ്ടായതല്ല. അതിൻ്റെ ബാക്കിൽ ഇയേഴ്സ് ഓഫ് കൺസിസ്റ്റൻസി ഉണ്ട്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ഹിയർ. മീവിങ് എന്ന് പറയുമ്പോൾ ഡെയിലി കുറച്ചു നേരം മാത്രം ചെയ്യാവുന്ന ഒരു എക്സസൈസ് അല്ല, നമ്മളുടെ ഓറൽ പോസ്റ്ററാണ്. അവിടെയാണ് നമ്മളുടെ ടങ്ക് 24 ഹവേഴ്സും സ്റ്റേ ചെയ്യേണ്ടത്. ആദ്യമൊക്കെ കുറച്ച് ഹാർഡായിരിക്കും മീവിങ് ചെയ്യാൻ. നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആവാം. അതൊക്കെ ജേണിയുടെ ഒരു പാർട്ടാണ്. ബട്ട് വൺസ് യു മാസ്റ്റർ ഇറ്റ് യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ ഹാബിറ്റ്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടാതെ മീവിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് DM ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പോഴേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഉപകാരമാവുമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ് മൂവിങ്, സ്റ്റേ കൺസിസ്റ്റൻറ്റ്, ബി ഹെൽത്തി.